ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് തോമസൺ കാസയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ശക്തൻ ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ വിളിക്കുകയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തോമസൺ കാസ ഫേമസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാം, ജ്യൂസ് കുടിക്കാം, അങ്ങനെ കുറച്ച് നേരം ലഭിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. മൊത്തം 6 പേരാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇന്നത്തെ ഒരു വീഡിയോ ഇതിരിക്കട്ടെ. ചാലക്കുടിക്കാരി ഹൃദയ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോസ്റ്റായി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബാക്ക് സൈഡിൽ വന്നിട്ട് ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് ഇരിപ്പാണ് കേട്ടോ. തോംസൺ കാസയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പാണ്. തൃശ്ശൂർ ടൗണിൽ ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് നന്നായി എഫേർട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ കാണുന്നില്ലേ എന്ത് മനോഹരമായിട്ടായിരിക്കണേന്ന്. ചെടികൾ, ചെറിയ മരങ്ങൾ, എന്തൊക്കെയാ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നോക്കൂ. പിന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പാർക്കിംഗ് സൗകര്യമാണ്. എത്ര വണ്ടി വന്നാലും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നണേ. ഇതുപോലുള്ള ആംബിയൻസ്, ഇതുപോലുള്ള ഒരു ലാൻഡ്സ്കേപ്പുള്ള ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് അവിടെ നിന്ന് പോകാനാണ്. മാംഗോ ജ്യൂസാണ്, കുടിച്ചിട്ട് പറയാട്ടാ. ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പേര് കൊടുക്കണം. എത്ര പേരുണ്ട് എന്ന് കൊടുക്കണം. 8 പേരാണോ 10 പേരാണോ 15 പേരാണോ എന്നൊക്കെ നമ്മൾ നമ്പർ കൊടുത്താൽ അതിനുള്ള ടേബിൾ അറേഞ്ച് ചെയ്തിട്ട് അവർ നമ്മളെ പേര് വിളിക്കും. എന്നിട്ടാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യേണ്ടത്. ഞങ്ങൾ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. നേരം വൈകിച്ചിട്ട് ഓടിയിട്ട് വരും കേട്ടാ. നമ്മുടെ ടേബിൾ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പേര് വിളിച്ചു. ഞങ്ങൾ 6 പേരിൽ ഇവിടെ 3 പേര് വന്നിട്ടുണ്ട് നേരത്തെ. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായം അനുസരിച്ചിട്ട് ഇവിടുത്തെ ബിരിയാണിയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത് ഓർഡർ ചെയ്തു. ലീബ രാത്രിയിൽ വന്നിട്ടുണ്ട്. രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ലൈറ്റും ഭയങ്കര ഒരു ആംബിയൻസ് ആണ്. വേറൊരു കിടുലുക്കാന്ന് പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഈ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയണത് കേൾക്കണോ അല്ലെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ ഒറ്റയ്ക്ക് പുരുഷന്മാരില്ലാതെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അപ്പം കാണാം അവരെ എന്തെന്താ ചെയ്യണേന്നൊക്കെ. കുറ്റല്ലാണ്ട് പറയില്ല, എല്ലാവരെയും കുറ്റം പറയും, പരദൂഷണം, എന്താ പറയുക, കളിയാക്കലേ, അയ്യോ എന്തൊക്കെയാ പറയണേ. ഞാൻ കുറച്ച് ഫാറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ബിരിയാണി കഴിച്ചില്ല ഗൈസ്. അടിപൊളി ബിരിയാണിയായിരുന്നു. നമ്മൾ തൃശ്ശൂർക്കൊക്കെ എവിടേക്കാണ് പോവുകയോ അല്ലെങ്കിൽ ദൂര സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്നെ പരിചയമുള്ള ആൾക്കാരെ എവിടെയെങ്കിലും വെച്ച് കാണാണ്ടിരിക്കില്ല. നിങ്ങൾക്കും അങ്ങനെ ഇനിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പരിചയക്കാരെയും കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ഫാമിലിനെ കണ്ടത്. 500 എൻ്റെ ഷോപ്പിൻ്റെ അടുത്താണ് കേട്ടോ ഒരു വീട്. അപ്പം നമുക്ക്, ഞാൻ ബിരിയാണി കഴിച്ചില്ല. അപ്പം ബിരിയാണി കഴിച്ചവരോട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് ബിരിയാണി? അടിപൊളിയാ? കാശ് മുതലായ? കുറച്ച് വിഷമമുണ്ടോ? ഇല്ല. ഹാപ്പി. ഹൃദയ നല്ല ബിരിയാണി. സരിത നല്ല ബിരിയാണി. ബിരിയാണി വേണ്ട വേറെ എന്താ കഴിച്ച്? ഷേക്ക് ഏതൊക്കെ കോഫി പീനില്ലേ? ഓക്കെ, അടിപൊളിയാണോ? എത്ര കൂടുതൽ കഴിച്ച്? ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടാ. ലീബ എത്ര രൂപ അയക്കണേന് പകരം അയച്ച് തിരിച്ചയച്ചു കൊടുക്കണ്ട. എന്ത് സംഭവം എന്ന് വെച്ചാലേ, നമ്മള് ഗൂഗിൾ പേയില് നമ്മള് പാസ്വേഡ് അടിക്കൂലേ, അപ്പൊ എമൗണ്ടിന് പകരം പാസ്വേഡ് അടിച്ചിട്ടാണ് അയച്ചു കൊടുത്ത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെ ചെറിയൊരു ഉയരം കുറഞ്ഞിട്ടുള്ള ഒരു മാവുണ്ട്. ആ മാവിൻ്റെ ചൂട്ടിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ്. കണ്ടോ മാവ്. ഇത് രാഗിയാണ്. ദീപ ഹായ് പറഞ്ഞോ. ഇത് ഹൃദയ.
സരിത, ഇത് അമ്മു. അമ്മു ഞങ്ങളുടെ സരിതയുടെ മോളാണ്, ഞങ്ങളുടെ ബിതയാണ്. അപ്പൊ അമ്മയുടെ മോനാണ്. അമ്മയുടെ മോനാണ്. നന്ദു ആണ്. നന്ദു ചിന്ന ഹായ് പറയും. ഹായ് ഇങ്ങനെ പറയും. ഹായ്. തോമസ് കസയുടെ തോമസ് ഏട്ടനല്ല, തോംസൺ കസയുടെ മാവിൻ്റെ ചോട്ടിൽ നിന്ന് ഞങ്ങൾ വിട പറയുകയാണ്. പിന്നെ നമ്മുടെ ലീബ പോവാണ്. അവള് എൻ്റർപ്രനറാണ്, കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. സൂപ്പർ കേക്കാണ്. ലീബ എന്ന പേര്. വീട് എവിടെയാണ് പറഞ്ഞത്? വള്ളിശ്ശേരിയിലാണ് വീട്, ഒല്ലൂര്. അപ്പോൾ ആൾക്ക് കേക്കിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് പോകാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ലീബോട് ഹായ് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് ഐസ്ക്രീം കഴിക്കാനാണ്. ഇനി ഇവിടുന്ന് ഐസ്ക്രീം കഴിച്ചിട്ടില്ല. വിട പറയൂ. എന്താ പാട്ട് പാട്, രാഖി പാട്ട് പാട്. വിട പറയൂ, പാട്. ഞങ്ങളിതേ തോംസൺ കസേന്ന് ഇറങ്ങിയിട്ട് നല്ല വെയിലാണ്. അപ്പോൾ തൊപ്പിയും രക്ഷായുധങ്ങളൊക്കെ വെച്ച് നടക്കുകയാണ്. സരിതയാണ് ഐസ്ക്രീം സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. 2 അടിയേ നടക്കാനുള്ളൂ പറഞ്ഞിട്ട് ഞങ്ങൾ മിഷൻ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൂടിയാണ് ഞങ്ങൾ കൊണ്ടുപോയത്. നമ്മുടെ സരിത നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് പെനി എന്ന് പറഞ്ഞിട്ടുള്ള ഐസ് കാൻഡിലേക്കാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 രൂപ തൊട്ട് എത്ര വില കൂടിയ ഐസ്ക്രീം വേണമെങ്കിലും ഇവിടെ ഉണ്ട്. ഏത് ഫ്ലേവർ ഏത്? ചിക്കു ടെൻഡർ കോക്കനട്ട്. ഇത് സരിതയാണ് കേട്ടോ. സരിതയാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് ഡയറ്റ് ആയതുകൊണ്ട് ഞാനിതൊന്നും കഴിക്കില്ല ഗൈസ്. അതുകൊണ്ട് ഇവരെന്നെ കൊതിപ്പിക്കുന്നുണ്ട്. അതായത് ഞാൻ മധുരം കഴിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. അതുകൊണ്ട് തന്നെ സംഭവം നൈസായിട്ടുണ്ട് കേട്ടോ. നല്ല പാട്ടൊക്കെ വെച്ച് നല്ല ലൈറ്റ്നിങ്ങും അവിടുത്തെ ഒരു ആംബിയൻസ് ഭയങ്കര കിടുവാണ്. അപ്പോൾ എല്ലാവരും 2, 3, 4 എണ്ണമൊക്കെയാണ് ഇപ്പോൾ കീച്ചണത്. ഞാനിത് ഡയറ്റൊക്കെ കഴിഞ്ഞ് ഞാനിവിടേക്ക് ഒരു വരവ് കൂടി വരേണ്ടി വരും. സരിത എത്ര എണ്ണം കഴിച്ചു ചോദിക്കാം. അമ്മ എത്ര എണ്ണം കഴിച്ചു? 2. ഹൃദയ 4. ഓ, അപ്പു മാത്രം കഴിച്ചിട്ടില്ല. നന്ദു എത്ര എണ്ണം കഴിച്ചു? അമ്മയുടെ അടുത്ത് ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അമ്മ ഹൃദയ എന്ത് പറഞ്ഞു? ഈ ചൂട്ടത്ത് നമ്മളെ ബോഡി ചൂടായിരിക്കുമ്പോൾ പെട്ടെന്ന് ഐസ്ക്രീം നമ്മൾ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മാരകമായ അസുഖം വരുമെന്ന് അപ്പുവിനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടാ. ഹെൽത്ത് കോൺഷ്യസ് ആണ് കുട്ടി. അപ്പോൾ അമ്മേനെ പറഞ്ഞു കുഴപ്പമില്ല, അപ്പോൾ ഒരെണ്ണം കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല പറഞ്ഞപ്പോൾ അപ്പു കഴിക്കാൻ കേട്ടോ. അപ്പം നമ്മൾ നെക്സ്റ്റ് നമ്മൾ സ്റ്റുഡിയോയിലേക്കാണ് വന്നിട്ടുള്ളത്. തോമസ് HSS തോപ്പ് അവിടുത്തെ. അപ്പം ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ പോവാം. സ്റ്റുഡിയോൻ്റെ ഫാൻസ് ഇവിടെ കമൻറ്റ് ചെയ്യട്ടോ. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള തുണികൾ, ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ടാവും. സ്റ്റുഡിയോനെ പറ്റിയിട്ട് എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരേപോലത്തെ പ്രൊഡക്റ്റുകൾ തന്നെയായിരിക്കും അടുത്ത ഒരു ഔട്ട്ലെറ്റിലും ഉണ്ടാവുക. നമ്മൾ തൃശ്ശൂരത്തെ സ്റ്റുഡിയോ ഒന്ന് എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ തിരുവനന്തപുരം പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ അതേ കളറിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ നടക്കുന്നതാണ് ആൾക്കാർ. എനിക്ക് ടോപ്പ് എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ ഗൈസ്.
സ്റ്റുഡിയോൻ്റെ കുഴപ്പമല്ല, അതെൻ്റെ കുഴപ്പമാണ്. എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട് ടോപ്പ് എടുക്കുമ്പോൾ. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് പർച്ചേസൊക്കെ ചെയ്തു. ഡ്രസ്സ് മേടിച്ചു, മേക്കപ്പ് സാധനങ്ങൾ മേടിച്ചു. ഞാൻ മാത്രമാണൊന്നും വാങ്ങിക്കാത്തത്. വൃദ്ധി കഴിഞ്ഞ് ഇതും പോരാഞ്ഞിട്ട് സീമാസിൽ കയറുന്നുണ്ട് പറഞ്ഞു. 5:30 കഴിഞ്ഞു. ഞങ്ങൾ ലേറ്റ് ആവും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു ഗൈസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ശക്തൻ സ്റ്റാൻഡാണിത്. നമുക്ക് വീഡിയോ പോകാം. ബൈ.